കേരളത്തെ അതിരൂക്ഷമായി ബാധിക്കുകയാണ്. പക്ഷെ കേന്ദ്രത്തിന് കേരളം ഒരു അപേക്ഷ നൽകിയത് ശുദ്ധജീവിയായി പ്രഖ്യാപിക്കണമെന്നുണ്ട് കാട്ടുപന്നിനെ. അതിനുശേഷം അതിനെ ഒരു എണ്ണം കുറയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. പക്ഷെ കേന്ദ്രം അതിനൊരു അനുകൂലമായ നടപടിയല്ല സ്വീകരിച്ചത്. ഭൂപേന്ദ്ര യാദവ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അത് എത്തിയിട്ടില്ലേ? ഭൂപേന്ദർ യാദവിന്റെ വന്നിട്ടില്ല, പ്രസ് റിലീസ് വന്നിട്ടുണ്ടല്ലോ. ഏതാ ഞാൻ അന്വേഷിക്കാം. ഇന്നലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ കണ്ട് വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലമാണ്. നമ്മളുടെ വീതി വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഹില്ലി ടെറൈൻ എന്ന് പറയുന്നതും അതുകൊണ്ടുണ്ടാകുന്ന ആവാസ വ്യവസ്ഥിതിക്കും നമ്മുടെ കർഷകരുടെ യാതനകളെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം ഇന്നലെ പൂർണ്ണമായി വളരെ ഇൻഡെപ്ത് അനാലിസിസ് അതിൻ്റെ ഒരു റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇനി അവിടെ ചെല്ലുന്ന മാത്രയിൽ തീർച്ചയായിട്ടും അന്വേഷിക്കാം. ഇതൊരു വലിയ തലവേദന. കാട്ടുപന്നി മാത്രമല്ല, മറ്റ് വന്യമൃഗങ്ങളുടെ ആയാലും അധിനിവേശം ആരുടേതാണെന്നൊക്കെ നിയമപരമായി പരിശോധിക്കട്ടെ. പക്ഷേ നമുക്ക് മനുഷ്യൻ്റെ ജീവനും ജീവിതവും ഒക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏത് സർക്കാർ വന്നാലും അവർക്കുണ്ട്. ഈ കേന്ദ്രമന്ത്രിമാർ പത്രസമ്മേളനം നടത്തുന്ന പോലെ എല്ലാ സ്റ്റേറ്റിലും പത്രസമ്മേളനങ്ങളും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അപ്പൊ നമ്മൾ നേരത്തെ ചോദ്യത്തിന്റെ അനുബന്ധ ചോദ്യമാണ്, നമ്മൾ കേരളത്തിന് വേണ്ടി മിനിസ്റ്റർ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു, മണ്ഡലത്തിന് വേണ്ടി പ്രധാനമായി എന്ത് ചെയ്തു, എല്ലാം ഞാൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. കേരളത്തിൽ അത് ഇന്നലെയും പദ്ധതികൾ ഇപ്പോഴും എയിംസിനെ സംബന്ധിച്ച് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും. ഒരേ ഒരു ഓപ്ഷൻ അത്രയും ഷാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റു കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കും. ഇനി തർക്കം തീരും. അത് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ എയിംസ് എന്ന് പറയുന്ന പദ്ധതി അനൗൺസ് ചെയ്ത് കൃത്യമായി വരേണ്ട യോഗ്യതയുള്ള സ്ഥലത്ത് അതെന്ത് തർക്കമുണ്ടെങ്കിലും അത് തീരുമാനിച്ച് അതിൻ്റെ തറക്കല്ലെങ്കിലും പാകിയിട്ട് ഞാൻ അടുത്ത ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വരും.